നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ പറയുന്ന ഗുരുവായ അവധൂതൻ ഭൂമിയെ നിരീക്ഷിച്ച് നിരവധി പാഠങ്ങൾ മനസ്സിലാക്കി. ഭൂമിക്ക് സർവം സഹ, ക്ഷമ തുടങ്ങിയ പേരുകളുണ്ട്. ഭൂമി നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളാണ് ഈ പേരുകൾ വ്യക്തമാക്കുന്നത്. എല്ലാം സഹിച്ച് എല്ലാവരോടും ക്ഷമിക്കുന്ന ശീലമാണ് ഭൂമിയുടെ ഏറ്റവും മഹത്തായ ഗുണം. പലതരത്തിൽ ഭൂമിക്ക് ക്ഷതമേൽപ്പിച്ചാലും ഭൂമി പ്രതികാരം ചെയ്യുന്നില്ല. നമ്മെ ദ്രോഹിക്കുന്നവരോട് പ്രതികാരം ചെയ്യാതെ അവർക്ക് കഴിയുന്ന ഉപകാരം ചെയ്യണമെന്നാണ് ഭൂമി പഠിപ്പിക്കുന്നത്. എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ ചവിട്ടി നടക്കുന്നവയാണ്. ഇത് ഒരു തരത്തിൽ നോക്കിയാൽ അപമാനിക്കലാണ്. അപമാനത്തെ അവഗണിച്ചും തൻ്റെ സ്വധർമ്മമായ ഉപകാരവൃത്തികൾ തുടരുക എന്ന പാഠവും ഭൂമി നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിയിൽ നിന്ന് വളരുന്ന വൃക്ഷലതാദികൾ ഭൂമിയുടെ തന്നെ ഭാഗങ്ങളാണ്. ഇവ എപ്പോഴും പൂവും മണവും തണലും ഫലവും ഒക്കെ നൽകുന്നു. ഭൂമിയുടെ ഈ മാതൃക പിന്തുടർന്ന് നമ്മളും അന്യർക്ക് ഉപകാരപ്രദമായ സൃഷ്ടികൾ ചെയ്തുകൊണ്ടിരിക്കണം എന്ന് ഭൂമി തത്വം പഠിപ്പിക്കുന്നു. എല്ലാം സഹിക്കുന്നത് കൊണ്ടാണ് ഭൂമിക്ക് ക്ഷമാദേവി എന്ന പേരുണ്ടായത്. തുടർന്ന് അമൃതധാരയായി നമ്മുടെ മനസ്സിലേക്കെത്തുന്ന ഗുരുവചനം കേൾക്കാം. അന്ധവിശ്വാസം ദൂരെ കളയുക. പശ്ചാത്താപമരുത്. ചെയ്തത് ചെയ്ത് അത് മറന്നേക്കുക. സ്വാമി വിവേകാനന്ദൻ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. ഗാംഭീര്യം പരിഘാപദം ഘനധൃതി പ്രാകാരവുദ്യഗുണസ്തോമശ്ചാപ്തബലം ഘനേന്ദ്രിയജയോ ദ്വാരാണി ദേഹേ സ്ഥിതഃ വിദ്യാവസ്തു സമൃദ്ധിരിത്യഖില സാമഗ്രി സമേതേ സദാ ദുർഗാദി പ്രിയദേവ മാമകമനോ ദുർഗേ നിവാസം കുരു. ഭഗവാൻ മനസ്സിൽ വന്ന് വസിക്കണമെന്ന് എല്ലാ ഭക്തരുടെയും പ്രാർത്ഥനയും ആഗ്രഹവുമാണ്. എന്നാൽ ഭഗവാന് താമസിക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ ഭാവങ്ങളും അവസ്ഥകളും ഭക്തനിൽ ഉണ്ടാകണം. അത്തരമൊരു പ്രാർത്ഥനയായ ശിവാനന്ദലഹരിയിലെ 42-ാം ശ്ലോകം സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം. ശ്രീ ശങ്കരകൃതികളിൽ ശിവാനന്ദലഹരിയിൽ 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്.
ദുർഗാതിപ്രിയനായ ഹേ ദേവ, എൻ്റെ മനസ്സാകുന്ന ദുർഗത്തിൽ വന്ന് നിവസിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ വന്ന് വാസമരുളയണമേ എന്നർത്ഥം. ദുർഗം എന്നാൽ ദുഃഖേന ഗന്തും യോഗ്യം, വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പോകാൻ യോഗ്യമായ സ്ഥലമാണ് ദുർഗം. കോട്ടകൾ എന്നർത്ഥം. ഇപ്പോൾ വലിയ കോട്ട, അതുപോലെ തന്നെ പർവ്വതങ്ങളിലും മറ്റും വളരെ ദുർഘടമായ പ്രദേശങ്ങളെയും നമുക്ക് ദുർഗം എന്ന് പറയാം. ഇപ്പോൾ ഹിമാലയത്തിലെ അതിദുർഗമായിരിക്കുന്ന കൈലാസത്തിൽ നിവസിക്കുന്ന ശിവൻ ദുർഗാതിപ്രിയനാണ്. പോരെങ്കിൽ ദുർഗയോട് അതിപ്രിയമുള്ളവനാണ്. ഹേ ദുർഗാതിപ്രിയ ദേവ, എൻ്റെ മനസ്സാകുന്ന ദുർഗത്തിൽ നിവാസം ഗുരു. മാമക മനോദുർഗേ നിവാസം ഗുരു. എൻ്റെ മനസ്സ് ദുർഗമാണ്. എങ്ങനെയുള്ള ദുർഗം? ഗാംഭീര്യം പരിഘാപദം, കോട്ടയ്ക്ക് ചുറ്റുമുള്ള കിടങ്ങ്, ഗംഭീരഭാവം, അങ്ങേയറ്റ ആഴമുള്ള പരിഘ ഉണ്ട് എൻ്റെ മനസ്സിൽ, ഗംഭീരഭാവമുണ്ട്. ഘനധൃതി പ്രാകാര, നല്ല ധൃതി, തൻ്റെ ഇടം, ധൈര്യം, ഇന്ദ്രിയ മനോനിയന്ത്രണ സാമർഥ്യം, അങ്ങനെയുള്ള ധൃതിയാകുന്ന പ്രാകാരം, മതിലുകളുണ്ട്. ഉദ്യദ്ഗുണസ്തോമശ്ചാപ്തബലം, വർദ്ധിതമായ ഉയർന്ന ഗുണങ്ങളുടെ സമൂഹം, ധീരതാദി ഗുണങ്ങൾ, സദ്ഗുണങ്ങൾ, അങ്ങനെയുള്ള സൈന്യബലമുണ്ട്. ഘനേന്ദ്രിയ ചയോദ്വാരാണി, ഇന്ദ്രിയങ്ങളുടെ സമൂഹം, അതാണ് ദ്വാരങ്ങൾ, വാതിലുകൾ, കോട്ടവാതിലുകൾ, അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കാനുള്ള ദ്വാരങ്ങൾ. അപ്പോൾ ഇന്ദ്രിയ ചയ, ഇന്ദ്രിയങ്ങളുടെ ചയം, കൂട്ടം, അതൊക്കെ വാതിലുകളാണ്. ദേഹസ്ഥിത ഇന്ദ്രിയ ചയ, അപ്പോൾ ദേഹസ്ഥിത എന്ന് വിശേഷിപ്പിക്കുന്നു. എങ്ങനെയുള്ള ഇന്ദ്രിയ കൂട്ടമാണ്? ദേഹത്തിൽ നിലകൊള്ളുന്ന ഇന്ദ്രിയങ്ങളുടെ കൂട്ടം, അതാണ് ദ്വാരങ്ങൾ. പിന്നെ വിദ്യാവസ്തു സമൃദ്ധി, വിദ്യ, അറിവ്, വിവേകം, അല്ലെങ്കിൽ പരമേശ്വര വിഷയത്തിലുള്ള ജ്ഞാനം എന്നൊക്കെ അർത്ഥം പറയാം. അങ്ങനെയുള്ള വിദ്യയാണ് വസ്തു സമൃദ്ധി, നല്ല കോശം, ഖജനാവ്. ഇപ്രകാരം ഇത് അഖില സാമഗ്രി സമേതേ മാമക മനോദുർഗേ, ഒരു കോട്ടയ്ക്ക് വേണ്ട എല്ലാ സാമഗ്രികളോടും ഒത്തുചേർന്ന് എൻ്റെ കോട്ടയിൽ, മനസ്സാകുന്ന കോട്ടയിൽ. അപ്പോൾ എൻ്റെ മനസ്സാകുന്ന കോട്ടയിൽ ഇതൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കോട്ടയിൽ ഹേ ദുർഗാതിപ്രിയ ദേവ, ദുർഗങ്ങളെ അതിപ്രിയമായി കണക്കാക്കുന്ന ഹേ ദേവ, നിവാസം കുരു, നിവസിച്ചാലും വന്ന് വസിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഭഗവാനെ എൻ്റെ മനസ്സിൽ വന്ന് നിവസിക്കണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട് ഭക്തന്മാർ. അത് ഭക്തന്മാരുടെ പൊതുവായ പ്രാർത്ഥനയാണ്. ഒരാളെ ഒരു സ്ഥലത്തേക്ക് വിളിക്കുമ്പോൾ അയാൾക്ക് യോഗ്യമായ വ്യവസ്ഥയുണ്ടാക്കണം. വാസത്തിനും സഞ്ചാരത്തിനും ഭോജനത്തിനും എന്ന് വേണ്ട ഒരാളുടെ നിലനിൽപ്പിന്, വ്യവഹാരത്തിന് ഉതകുന്ന വ്യവസ്ഥയുണ്ടാക്കിയിട്ടേ അയാളെ ക്ഷണിക്കാൻ പറ്റൂ. അതാരെയാണോ ക്ഷണിക്കുന്നത് അതിനനുസരിച്ച് വ്യവസ്ഥയുണ്ടാക്കണം. അപ്പോൾ രാജാവിനെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധനികനെ ക്ഷണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിദ്വാനെ ക്ഷണിക്കുമ്പോൾ, ഒരു ബ്രഹ്മചാരിയെ ക്ഷണിക്കുമ്പോൾ, ഒരു സന്യാസിയെ ക്ഷണിക്കുമ്പോൾ എല്ലാം വിഭിന്നങ്ങളായിരിക്കണം അവിടുത്തെ സമ്പ്രദായങ്ങളും എല്ലാം. ഇതാരെയാണ് ക്ഷണിക്കുന്നേ? ദുർഗാതിപ്രിയനെയാണ്. ദുർഗങ്ങളെ, കോട്ടകളെ അതിപ്രിയമായി കണക്കാക്കുന്നവനാണ്. അതുകൊണ്ട് ഏറ്റവും ഉത്തമമായ ഒരു കോട്ടയ്ക്ക് വേണ്ട സാമഗ്രികൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയുകയാണ്. അതിനനുസൃതമായ മഹിമ തൻ്റെ മനസ്സിൽ ഉണ്ടാക്കി തീർക്കണം. ഇത് പ്രത്യേകം ശ്രദ്ധേയമായ ആശയമാണ്. അതുകൊണ്ട് ഗാംഭീര്യം പരിഘാപദം ഘനധൃതി പ്രാകാര ഉദ്യദ്ഗുണസ്തോമശ്ചാപ്തബലം ഘനേന്ദ്രിയ ചയോ ദ്വാരാണി ദേഹസ്ഥിത
വിദ്യാവസ്തു സമൃദ്ധിരിത്യഖില സാമഗ്രീ സമേതേ സദാ ദുർഗാതിപ്രിയദേവ മാമകമനോ ദുർഗേ നിവാസം കുരു. നിവാസം കുരു, എൻ്റെ മനസ്സിൽ വന്ന് നിവസിച്ചാലും, അങ്ങനെ എൻ്റെ മനസ്സിൽ നീ വന്ന് താമസിച്ചാലും എന്ന് പ്രാർത്ഥിക്കുക ചെയ്യണത് ഈ 42-ാമത്തെ ശ്ലോകത്തിൽ. തുടർന്ന് 43-ാമത്തെ ശ്ലോകത്തിലും എന്നിൽ തന്നെ നിവസിക്കൂ എന്ന് ആവശ്യപ്പെടുക. നീ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോണ്ട, ഹേ പരമശിവ, നീ അങ്ങും ഇങ്ങും ഒന്നും അലയേണ്ടതില്ല. പിന്നെ നീ വന്ന് എന്നുള്ളിൽ താമസിക്കൂ. നിനക്ക് വേണ്ട എല്ലാ വസ്തുവകകളും ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നീ വന്നാലും എന്ന് പറയുകയാണ്. ഈ 42-ാം ശ്ലോകവും 43-ാം ശ്ലോകവും ഭഗവാന്റെ സാന്നിധ്യത്തിനും ഭഗവാന്റെ നിവാസത്തിനുമായി പ്രാർത്ഥിക്കുകയാണെങ്കിലും വളരെ വലിയ അന്തരമുണ്ട്. എന്താണ് അന്തരം എന്നാണെങ്കിൽ, ഭഗവദ്വാസത്തിന് വേണ്ട ശ്രേഷ്ഠ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ് 42-ാം ശ്ലോകത്തിൽ. 43 ആകട്ടെ എൻ്റെ മനസ്സ് വളരെ ദുഷിച്ചതാണ്, പല ദോഷങ്ങളുമുണ്ട്. അതുകൊണ്ട് നിനക്ക് വന്ന് താമസിക്കാൻ അവിടെ സ്ഥാനമുണ്ട്, ഇടമുണ്ട് എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ക്ഷേത്രാചാരങ്ങൾ വ്യക്തിയുടെ ആത്മീയ വളർച്ചയെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് ശ്രീ ജയനാരായണൻ സംസാരിക്കുന്നു. ക്ഷേത്രാരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം ആ ക്ഷേത്രത്തിലെ വിഗ്രഹാരാധന എന്ന് പറയുന്നൊരു തലം തന്നെയാണ്. മുൻ അധ്യായങ്ങളിൽ വിഗ്രഹാരാധനയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ്. എങ്കിലും ഈ വിഷയത്തിൽ ഒന്നുകൂടി ചില വിഷയങ്ങൾ വിസ്തരിക്കേണ്ടതുണ്ട് എന്നുള്ളതിനാൽ ആ കാര്യത്തെ ഒന്നുകൂടി പറയുന്നു. എങ്ങനെയാണ് അത് ഒരു വിഗ്രഹത്തിലേക്ക് ഈശ്വരനെ സങ്കല്പിക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വിഗ്രഹത്തിലേക്ക് ഈശ്വരനെ എടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഉപാധിയില്ലാതെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമുക്ക് താദാത്മ്യം വരുന്ന തലത്തിൽ കൊണ്ടുവന്നെങ്കിൽ മാത്രമേ നമുക്കതിനെ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന വിധത്തിലൊരു ഉപാധിയിലേക്ക് ചുരുക്കിയെങ്കിൽ മാത്രമേ ആ ഈശ്വരനെ ഉപാസിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ ഒരു തലം, അതിനൊരു ഉദാഹരണം പറയാം. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ഗുരുനാഥൻ കണക്ക് കൂട്ടാൻ പഠിപ്പിക്കുന്നത് വിരലുകളിൽ എണ്ണിക്കൊണ്ടാണ്. 1, 2, 3 എന്ന ക്രമത്തിൽ വിരലുകളിൽ 2 കൈവിരലുകളിലും 10 വിരലുകളെ എണ്ണിക്കൊണ്ട് 10 വരെയുള്ള സംഖ്യയെ നമ്മൾ എണ്ണാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനും അപ്പുറത്തുള്ള സംഖ്യകളെ എണ്ണണമെന്നുണ്ടെങ്കിൽ ഒരു വിരലിൽ 10 ഒരു വിരലിൽ 10 എണ്ണം പിടിക്കുമ്പോൾ മറ്റേ വിരലൊന്ന് മടക്കി അതിനെ 10 എന്ന കണക്കാക്കിക്കൊണ്ടുള്ള ക്രമം അങ്ങനെയുമുണ്ട്. അങ്ങനെ ഈ വിധത്തിൽ ഒരു 100 വരെയൊക്കെ നമുക്ക് എണ്ണാൻ സാധിക്കും. അതിനും അപ്പുറമുള്ള അനന്തമായിട്ടുള്ള സംഖ്യകളെ നമ്മൾ എങ്ങനെയാണ് എണ്ണുന്നത്? നമുക്ക് എന്താണ് സാധിക്കുക? ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഈ വിരലുകളെ അമൂർത്തമായി നിലനിൽക്കുന്ന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു അസംഖ്യമായി നിലനിൽക്കുന്ന സംഖ്യയെ എണ്ണുന്നതിന് വിരലുകളെ ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണ് അമൂർത്തമായ അവസ്ഥയിൽ ഈ പ്രപഞ്ചമൊട്ടാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട്, നേരത്തെ കുട്ടികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപകൻ ഈ വിരലുകളെ ഉപയോഗിച്ചതെങ്കിൽ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം 99.99% ആളുകൾക്കും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ശക്തിയെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു ഉപാധി, സംഖ്യയെ എണ്ണാൻ വിരലുകളെ ആശ്രയിക്കുന്നത് പോലെ ഈശ്വരനെ ആരാധിക്കുന്നതിന് ഒരു ഉപാധി വേണം എന്നുള്ള ഒരു അവസ്ഥ അന്നത്തെ കാലത്ത് സംജാതമാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആരാധനാക്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. നമുക്ക് അമൂർത്തമായൊരവസ്ഥ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ ഒരു വിഗ്രഹമാകുന്ന ഒരവസ്ഥയിലേക്ക് സങ്കല്പിക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണതക്കുറവ് തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് എത്ര വരെ വിരലിൽ എണ്ണാം? 10 എണ്ണാം. അത് ഒരു പക്ഷേ 100 വരെയൊക്കെ നമുക്ക് നമ്മളെ കൈവിരലുകളെ മടക്കിക്കൊണ്ട് നമുക്ക് എണ്ണാൻ സാധിക്കും.
അതിനും അപ്പുറം നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിനും അപ്പുറത്തുള്ള സംഖ്യകളെ നമുക്ക് എങ്ങനെയാണ് വിരലുകളെ കൊണ്ട് എണ്ണാൻ സാധിക്കുക? അതേപോലെ തന്നെയാണ് ഈ പ്രപഞ്ചം മുഴുവൻ സമഷ്ടിയായി നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ, സ്വയം പ്രപഞ്ചം തന്നെയായി ആയ ഈശ്വരനെ നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ട് ഒരു വിഗ്രഹമാകുന്ന ഉപാധിയിലേക്ക് ചുരുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. എങ്കിലും മറ്റ് പോംവഴികളില്ലാത്തതിനാൽ വിഗ്രഹം എന്ന് പറയുന്ന ഒരു ഉപാധി നമുക്ക് അവിടെ അത്യന്താപേക്ഷിതമാണ്. അതാണ് വിഗ്രഹാരാധന എന്ന് പറയുന്ന ഒരു വിഷയത്തിന് ഇത്രയധികം പ്രാധാന്യം നമ്മുടെ സനാതനധർമ്മത്തിൽ വന്നു ചേർന്നിട്ടുള്ളത്. അടുത്തതായി ദീപാരാധനയും ക്ഷേത്ര ചൈതന്യ രഹസ്യവും കണ്ടറിയാൻ ക്ഷേത്ര നടയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. ശൈവ വൈഷ്ണവ സംഗമ ഭൂമിയാണിവിടം. ശിവമന്ത്രങ്ങളുടെയും വിഷ്ണുനാമങ്ങളുടെയും ശ്രുതികളിൽ അലിഞ്ഞു ചേർന്ന് യുഗാന്തരങ്ങളായി ഈ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. 4 യുഗങ്ങളിലൂടെ അനാദിയായ കാലം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒഴുകിപ്പോയ പുഴ പറഞ്ഞ കഥകൾ കേട്ട് അഗാധ പാണ്ഡിത്യം നേടിയ ഈ പാറക്കെട്ടുകൾ പോലും മന്ത്രങ്ങൾ ഉരുവിട്ട് തപസ്സിലാണ്ട് കിടക്കുന്നു. ചരിത്രമുറങ്ങുന്ന കരമനയാറിൻ്റെ തീരങ്ങളിലൊന്നാണിത്. തിരുവനന്തപുരം ജില്ലയിലെ കൈമനം പാപ്പനംകോട് ദേശത്തെ ചിറക്കര മഹാവിഷ്ണു ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ്. ശ്രീകോവിലിനുള്ളിൽ ഒരേ ഗർഭഗൃഹത്തിൽ തന്നെ കിഴക്കും പടിഞ്ഞാറുമായി ശൈവ വൈഷ്ണവ ചൈതന്യങ്ങൾ ഒന്നിച്ചു കുടികൊള്ളുന്ന കേരളത്തിലെ തന്നെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. ചോളരാജാക്കന്മാരുടെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് ചരിത്രരേഖകൾ പറയുന്ന ഈ ക്ഷേത്രത്തിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രം പഴമക്കാർക്ക് പോലും കൃത്യമായി ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. ക്ഷേത്രത്തിന് അത്രമേൽ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ക്ഷേത്രത്തിൻ്റെ ചരിത്രകഥകൾ ഓർത്തെടുക്കുന്ന പ്രദേശവാസികൾ പറയുന്നത് ഒത്തിരി കാലത്തോളം ക്ഷേത്രത്തിൽ പൂജാവിധികളൊന്നുമില്ലാതെ ജീർണാവസ്ഥയിൽ കിടന്നിരുന്നുവെന്നാണ്. ആയിരത്തി 1972 കാലഘട്ടത്തോടെ പ്രദേശവാസികൾ ക്ഷേത്രമേറ്റെടുക്കുകയും പൂജാവിധികൾ പുനരാരംഭിക്കുകയും ചെയ്തതോടെ ക്ഷേത്രമണികളുടെ താളത്തിൽ വീണ്ടും പുഴയൊഴുകി തുടങ്ങി. അങ്ങനെ ശൈവ വൈഷ്ണവ സ്തുതിഗീതങ്ങൾ ഈ ദേശവാസികളുടെ ആത്മസങ്കീർത്തനങ്ങളാവുകയും ചെയ്തു. നഗരഹൃദയത്തിൽ തന്നെ പുഴയോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രം ഏതൊരു തീർത്ഥാടകന്റെയും മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും കുളിർമയുള്ളതാക്കി ശാന്തിയുടെ അപാര തീരങ്ങളിലേക്ക് നയിക്കും. ശാന്തമായ മനസ്സിൽ നിന്നു തന്നെയാണല്ലോ പ്രാർത്ഥനകളുടെ തീർത്ഥയാത്രകൾ ആരംഭിക്കുന്നത്. ഈ അറിവുകൾ നൽകുന്ന ആനന്ദ നിർവൃതി തന്നെയാണ് യഥാർത്ഥത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷം. അങ്ങനെ ഭാവിയും ഭൂതവും വർത്തമാനവുമൊക്കെ ഭഗവാനിൽ തന്നെ സമർപ്പിച്ച് കർമ്മം ചെയ്യുമ്പോഴാണ് ഓരോ നിമിഷങ്ങളിൽ പോലും ഈശ്വരൻ നമ്മിൽ നിറയ്ക്കുന്ന വിശ്വപ്രേമത്തിൻ്റെ പൊരുൾ മനസ്സിലാകുന്നത്. കേരളീയ ക്ഷേത്ര നിർമ്മാണ ശൈലിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാവാം ചോളരാജാക്കന്മാരുടെ ഭരണകാലത്ത് തന്നെയാവണം ക്ഷേത്രം നിർമ്മിച്ചതെന്ന് ചരിത്രം പറയുന്നതും. പടിഞ്ഞാട്ട് ദർശനമരുളിയാണ് മഹാവിഷ്ണു കുടികൊള്ളുന്നത്.
ഇവിടുത്തെ ബലിക്കൽ കാഴ്ചകൾ പറഞ്ഞു തരുന്നത് ക്ഷേത്രത്തിൻ്റെ നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കുള്ള കഥകളാണ്. വിഷ്ണു വിഗ്രഹത്തിനു മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ നോക്കി ഗരുഡദേവൻ ഇരിപ്പുണ്ട്. ഭഗവാന്റെ സന്തത സഹചാരിയായ ഗരുഡദേവൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ശ്രീകോവിലിനുള്ളിലെ നിത്യചൈതന്യമായ വിഷ്ണു വിഗ്രഹത്തെ കണ്ടു തൊഴുത് പ്രാർത്ഥനകൾ സമർപ്പിക്കാം. ശിവനടയ്ക്ക് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ നന്ദിദേവനെ കാണാം. നാലമ്പലത്തിനുള്ളിൽ തന്നെ നിരവധി ഉപദൈവങ്ങളെയും കാണാം. സുബ്രഹ്മണ്യൻ, ഗണപതി, ബ്രഹ്മരക്ഷസ്, ദേവി, അയ്യപ്പൻ, ഹനുമാൻ, നാഗദൈവങ്ങൾ എന്നീ ഉപദൈവങ്ങളോടൊപ്പം തന്നെ നവഗ്രഹ പൂജകളും ഇവിടെ നടത്തിവരുന്നു. വിശേഷാൽ പൂജകളും ഉത്സവങ്ങളും കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രശസ്തമായൊരു ചടങ്ങാണ് കർക്കിടക വാവുബലി. ആയിരങ്ങളാണ് കർക്കിടക വാവിന് ഇവിടെ ബലിതർപ്പണത്തിനായി എത്തുന്നത്. പിതൃക്കളുടെ ആത്മശാന്തിക്കായുള്ള നേർച്ചകൾ ഈ പുഴയുടെ തീരങ്ങളിൽ സമർപ്പിക്കപ്പെടുന്നു. ഈ ശൈവ വൈഷ്ണവ സംഗമ ഭൂമിയിൽ നടത്തിവരുന്ന ഓരോ ആചാരാനുഷ്ഠാനങ്ങളും അത്രമേൽ മഹത്തരമായതെന്നാണ് ദൈവജ്ഞർ പറയുന്നത്. ശ്രീകോവിലിനു മുകളിലെ ആകാശങ്ങളിൽ സന്ധ്യാമേഘങ്ങൾ അത്യപൂർവമായ നിറങ്ങളിൽ പ്രഭാപൂരിതമായി. ഇനി സന്ധ്യാപൂജാവേളകളാണ്. ശ്രീകോവിലിൽ കൊളുത്തിയ ദീപത്തിൽ നിന്ന് പകർന്ന ദീപം നാലമ്പലത്തിനുള്ളിലും ക്ഷേത്ര പരിസരത്തും തെളിഞ്ഞു തുടങ്ങി. വിഷ്ണു പൂജകളാണ് ആദ്യം. ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജാദ്രവ്യങ്ങളുടെ ഗന്ധം നാലമ്പലമാകെ പരക്കുമ്പോൾ ഭക്തജനങ്ങൾ ആത്മനിർവൃതിയോടെ പുണ്യദർശനത്തിനായി നിലയുറപ്പിച്ചു. കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഹരിം കൃഷ്ണദാമോദരം. വിഷ്ണു പൂജ കഴിഞ്ഞാൽ ശിവനടയിൽ ദീപാരാധനയായി. പ്രഭും പ്രാണനാഥം വിഭും വിശ്വനാഥം ജഗന്നാഥനാഥം സദാനന്ദഭാജാം ഭവാ. പൂജാമണികൾ മുഴങ്ങി ശ്രീകോവിൽ തുറന്നു. സുന്ദരരൂപനായ ഭഗവാൻ ഭക്തമാനസങ്ങളിലേക്ക് ശാന്തിയുടെ പുഞ്ചിരി നിറച്ചു. ആനന്ദവേളയാണിത്, മോക്ഷനാദമാണിത്. ഭക്തരുടെ ആത്മാവിൻ്റെ സരസുകളിൽ ഭഗവാന്റെ അവതാര രൂപങ്ങൾ ധർമ്മം പുനഃസ്ഥാപിച്ചുകൊണ്ടേയിരുന്നു. ഓരോ ആത്മാക്കളും വിശുദ്ധമായി ഭഗവത് പാദങ്ങളിൽ ലയിച്ചു ചേർന്നു. അങ്ങനെ ചിറയ്ക്കൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം ഇഹത്തിലും പരത്തിലും പുണ്യമാർന്നതാകുന്നു.